Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning. Good morning, ma'am. Good morning. So, prayer start ചെയ്തോട്ടോ. Good morning, ma'am. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. ഇരുളിൽ ദീപമായി തെളിയണം എന്നും തുണയായി നീ കൂടെ പോരേണം. ഇരുളിൽ ദീപമായി തെളിയണം എന്നും തുണയായി നീ കൂടെ പോരേണം. ദൈവമേ നിന്റെ ദിവ്യ കാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. താങ്ക് യു. Signing and thought of the day. Signing. Alia. Okay. നമുക്കെന്ന ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അല്ലെ? ഗുഡ് മോർണിംഗ് ജോളി. നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ കമ്പോണൻസ് ആണല്ലോ അല്ല വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ ബേസിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തു. ഇനി നമ്മള് കമ്മ്യൂണിക്കേഷൻ നോക്കാം. Here the teacher's role is to supervise the students. സാധാരണ രീതിയിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്? കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യുക ആൻഡ് പ്രൊവൈഡ് സം ഇൻസ്ട്രക്ഷൻസ്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഇസ് ആക്ച്വലി ഓഫ് 3 types. 3 രീതിയിലാണ് സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. എനിക്കൊരു ഒരു ആളോട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മേ ബി ഫോണിൽ കോൾ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. ആ പേഴ്സൺ ഒരു വ്യക്തിനോടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മേ ബി പേഴ്സണൽ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ടെലിഫോൺ മെസ്സേജസ് സെൻഡ് ചെയ്യും. പേഴ്സണൽ ആ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിനോടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. മേബി ഒരു 5 or 6 വ്യക്തികൾ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്നൊരു ഗ്രൂപ്പ്. ഇപ്പൊ ഞങ്ങൾ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ടീച്ചേഴ്സിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. മറ്റു ഗ്രൂപ്പുകളിലൊന്നും ഞങ്ങൾ ഇൻക്ലൂഡഡ് അല്ല. ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ മാത്രമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് ഉണ്ട്. ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും മാത്രമുള്ളൊരു ഗ്രൂപ്പ്. സോ ഞങ്ങൾക്ക് അറിയേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് വരാം? ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലേക്കാണ് വരുന്നത്. ദെൻ മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. മാസ് പബ്ലിക് എന്ന് പറയുമ്പോൾ പബ്ലിക്കിനോട് നമുക്ക് എൻറ്റയർ പബ്ലിക്കിനെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്, സിനിമ, റേഡിയോ, അല്ലെങ്കിൽ വോൾ പോസ്റ്റേഴ്സ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പേസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പബ്ലിക്കിനോട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഓഫ് 3 types ആണ്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം.
Personal or individual communication. When a communication is the form of a person to a particular person, it is a personal communication. ഇപ്പൊ ഇൻഡിവിജ്വലി എനിക്കിപ്പോ നിങ്ങളുടെ ആരെങ്കിലും ഒരാളോട് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരെ പറയും, ഓക്കെ അശ്വതിനോട് ഒരു കാര്യം പറയാനുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യും, അശ്വതിയുടെ പേഴ്സണൽ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ അശ്വതിനോട് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഞാൻ പറയും, ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ലെറ്റർ ആയിരിക്കും. പണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ലെറ്റർ ആയിരിക്കും, പേഴ്സണൽ ലെറ്റേഴ്സ് ആയിരിക്കും. ദെൻ ടെലഗ്രാം നമ്മൾ കേട്ടിട്ടുണ്ട്. കമ്പിന്നൊക്കെ ഒരു കുറെ നാൾ മുമ്പ് 2018 കാലഘട്ടത്തിൽ നിർത്തലാക്കിയൊരു കാര്യമാണ് ടെലഗ്രാം. കമ്പി അടിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, പർട്ടിക്കുലർ പേഴ്സണോട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ ടെലിഫോൺ മെസ്സേജ്, നമ്മൾ ഫോണിൽ മെസ്സേജ് അയക്കില്ല, ടെലിഫോൺ മെസ്സേജ് നമ്മൾ അയക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, പേഴ്സണൽ ഇൻഡിവിജ്വലിന് വേണ്ടി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ മെസ്സേജസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്. പേഴ്സണലി നമ്മളൊരു വ്യക്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ത്രൂ എങ്ങനെയൊക്കെയാണോ പേഴ്സണൽ ലെറ്റേഴ്സ്, ടെലഗ്രാം, ടെലിഫോൺ മെസ്സേജിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പാണ്, നിങ്ങളൊരു ഗ്രൂപ്പ് അല്ലേ, MTH എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് അല്ലെ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇപ്പൊ വന്നിരുന്നിട്ട് നിങ്ങളോട് ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലെ. നിങ്ങൾ ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പൊ certain communication which are not meant for a particular person. ഒരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സംഗീതയ്ക്ക് മാത്രമാണ് ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത് അല്ലല്ലോ. എന്റെ നിങ്ങൾക്ക് ഒരു 34 പേരുണ്ട്. അതിൽ ഞാനും ടെക്നിക്കൽ ടീമിൽ നിന്ന് റിജു അല്ലെങ്കിൽ രാജ്യം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ 32 പേഴ്സൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ്, ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. It's an example of group communication. At the same time, the information is not for the entire public. ഞാൻ entire പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളോട് മാത്രമാണ്. MTH എന്ന് പറയുന്ന ഈ ഒരു ബാച്ചിനോട് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ എന്താണ്, ഇതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വരാണ്, നമുക്ക് ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇപ്പോ ഞങ്ങൾക്ക് സർക്കുലേഴ്സ് വരാറുണ്ട്. ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് രാഗി ആയിരിക്കും മേ ബി സർക്കുലർ ആയിട്ട് വരും. മേ ബി അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളോട് പാസ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർക്കുലർ വരാറുണ്ട്. പേര് ചിലപ്പോൾ ലീവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർക്കുലർ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ക്യാമറ ഓഫ് ചെയ്തിട്ട് അത് റീഡ് ചെയ്തിട്ട് ഇവിടെ വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതെന്താണ്, ഞാൻ ചിലപ്പോൾ നിങ്ങളോട് പറയേണ്ടതാണെങ്കിൽ ഞാൻ റീഡ് ചെയ്യും, നിങ്ങളോട് പറയേണ്ടതാണെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് വേണ്ടി മാത്രം കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്. സോ അത് നിങ്ങൾ മാത്രമേ റീഡ് ചെയ്യുള്ളൂ. സോ മേ ബി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ഫോംസിൽ വരും. ചിലപ്പോൾ സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്, ടീച്ചേഴ്സ് മാത്രം അറിഞ്ഞിരിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്. നോക്കാം നമുക്ക്. നമ്മള് പണ്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പണ്ട് നമ്മള് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്തില്ലേ, എന്താ പറയാ, നമ്മള് പ്യൂൺ ഇങ്ങനെ ഒരു നോട്ടീസ് ആയിട്ട് നടന്നു വരുന്നത് നമ്മൾ പ്രതീക്ഷയോടെ നിൽക്കും. എന്താണ്, നാളെ ക്ലാസ് ഉണ്ടാവും അല്ലെ, എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ സാറ് ചിലപ്പോ ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ആയിരിക്കും. ടീച്ചർ അത് റീഡ് ചെയ്തിട്ട് ജസ്റ്റ് സൈൻ ചെയ്ത് വിടാണെങ്കിൽ ഓ ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ്, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ വിചാരിക്കും. ഈ ടീച്ചേഴ്സ് നമ്മളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്, നാളെ ക്ലാസ് ഇല്ല എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണ് നമുക്ക് നോക്കാം. certain communication which are meant for not meant for a particular person. ഒരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമല്ല എന്ത് വരുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അറ്റ് ദ സെയിം ടൈം ദ ഇൻഫർമേഷൻ ഇസ് നോട്ട് ഫോർ എൻറ്റയർ പബ്ലിക്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും അല്ല. ആർ നോൺ ആസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് മാത്രമായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് നമ്മൾ ആ മെസ്സേജ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. For example, circular about teachers meeting are sent to every classroom. സർക്കുലേഴ്സ്, ടീച്ചേഴ്സ് മീറ്റിംഗിനെ കുറിച്ചിട്ടുള്ള സർക്കുലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ടീച്ചേഴ്സിനും സെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻ എ സ്പെസിഫിക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ മെന്റ് ഓൺലി ഫോർ ആർക്ക് വേണ്ടി മാത്രമാണത്, ടീച്ചേഴ്സിന് വേണ്ടി മാത്രമാണ്.
നോട്ട് ഫോർ ദ സ്റ്റുഡൻസ് ഓർ എനി അതേഴ്സ്. മറ്റുള്ളവർക്ക് ആരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാ ക്ലാസ് റൂമിലെയും ടീച്ചേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മള് ഇനി ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണോ? ആ പർട്ടിക്കുലർ ടീച്ചറിനോട് മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്ത അല്ല, ആ സ്കൂളിലുള്ള എല്ലാ ടീച്ചർക്കും ആ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ബിക്കോസ് ദ സെയിം ഇൻഫർമേഷൻ ഇസ് ഗോയിങ് ടു എവറി ടീച്ചേഴ്സ്. എന്തുകൊണ്ടല്ലാതെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ എല്ലാ ടീച്ചേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി മേ ബി എന്താ പറയാ, ഒരു പർട്ടിക്കുലർ ടീച്ചറിനോട് മേ ബി മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇന്ന് ടീച്ചറെ എത്രയും പെട്ടെന്ന് സ്റ്റാഫ് റൂമിലേക്ക് എത്തുക എന്നായിരിക്കും ആ മെസ്സേജ് ഉണ്ടാവുക. ആ ടീച്ചർനോട് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സ്റ്റാഫ് കൊണ്ടുവന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. നമ്മൾ സൈൻ ചെയ്യും, നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് ചെല്ലുകയും ചെയ്യും. ദ കമ്മ്യൂണിക്കേഷൻ ഇസ് റീച്ച്ഡ് അറ്റ് എ സെറ്റ് ഓഫ് പേഴ്സൺസ്. നമ്മൾ ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് പേഴ്സൺസിനാണ് നമ്മൾ ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Besides, we can say that notice board, invitation, as on. നമുക്ക് ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നോട്ടീസ് ബോർഡിലോ ഇൻവിറ്റേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും പേഴ്സൺസിന് മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. സെറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ആർ നോട്ട് മെന്റ് ഫോർ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടി മാത്രമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സെയിം ടൈം എൻറ്റയർ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഒരു എന്താണ്, കമ്മ്യൂണിക്കേഷൻ റീച്ച് എ സെറ്റ് ഓഫ് പീപ്പിൾസ്, ഒരു സെറ്റ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനാണ് നമ്മൾ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. മെന്റ് ഫോർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഹോൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനെയാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഈസ് എ കോമൺ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് മെന്റ് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതിനെയാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് സിനിമാസ്, റേഡിയോ, അഡ്വർടൈസ്മെന്റ്, ബോർഡ് പോസ്റ്റേഴ്സ്. സിനിമയിലും അതേപോലെ തന്നെ റേഡിയോയിലൂടെയും അഡ്വർടൈസ്മെന്റിലൂടെയും ബോർഡ് പോസ്റ്റേഴ്സിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ എന്താണ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉള്ള എക്സാമ്പിൾസ് ആണ്. ജനറലി ഇൻഫർമേഷൻ ഗിവൺ ഇൻ ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ ആർ ദ മോഡൽസ് ഫോർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, റേഡിയോസില്, ടെലിവിഷനിലൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. The teachers working in today's school has to communicate personally or to group only. അല്ലെ, നമ്മളിപ്പോ ഒരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്, മേ ബി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഓർ ടു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വരാറുണ്ട്. Since the private management is not allowing them to deal with the commoners other than the parents. നമ്മള് പ്രൈവറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മള് മാനേജ്മെന്റ് എന്ത് ചെയ്യാറില്ല, ടീച്ചേഴ്സിനെ അലോ ചെയ്യാറില്ല. നമ്മൾ പബ്ലിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരിട്ട് ടീച്ചേഴ്സിന് ആ പെർമിഷൻ അലോ ചെയ്യാറില്ല. സാധാരണ ഇപ്പം നിങ്ങളോട് മാത്രമേ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ക്ലാസ്സുകളിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ചില പേഴ്സണലി ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് പബ്ലിക് ആയിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില മാനേജ്മെന്റുകൾ മാത്രമല്ല, പ്രൈവറ്റ് മാനേജ്മെന്റുകൾ ടീച്ചേഴ്സ് പബ്ലിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അലോ ചെയ്യുന്നില്ല. They do not have public communication at all. അവർ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്നില്ല. Through the school meeting and function are kept open, the public having the contact with the school are only attended. എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ പബ്ലിക് ആണ് സ്കൂളായിട്ട് കോണ്ടാക്ട് വരുന്നത്, റിലേഷൻഷിപ്പിൽ വരുന്നത്, മേ ബി പാരന്റ്സ് ഒക്കെ ആയിരിക്കും, അവർക്ക് മാത്രമേ നമ്മൾ സ്കൂൾ ഫംഗ്ഷൻസിലും മീറ്റിംഗ്സിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദേ ടു cannot provide such much public communication. സോ അതുകൊണ്ട് ടീച്ചേഴ്സിന് പബ്ലിക് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇത് വരുന്നില്ല, ടീച്ചേഴ്സ് പബ്ലിക് ആയിട്ട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയും.
പക്ഷെ നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. When the teacher is talking or addressing in a meeting, she is undergoing group communication only. ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു മീറ്റിംഗിൽ അഡ്രസ് ചെയ്യുന്നു, ടോക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അത് കടന്നു പോകുന്നത്. Whereas she is talking with the parents about a particular child. ഒരു പർട്ടിക്കുലർ ചൈൽഡിനെ കുറിച്ച് ആ ഒരു കുട്ടിയുടെ പാരന്റ്സിനോട് സംസാരിക്കുകയാണ്. Or even she discussing with her other higher authority individually. നമ്മുടെ ഹയർ അതോറിറ്റി ടോപ്പ് മാനേജ്മെന്റിനോട് നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇത് രണ്ടും എന്തിന് എക്സാമ്പിൾ ആണ്? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ ഒരു പാരന്റിനോട് കാര്യങ്ങൾ സംസാരിക്കാം, നമ്മുടെ ഹയർ അതോറിറ്റിനോട് സംസാരിക്കാം. അപ്പൊ എന്താണ് നമ്മൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ദാറ്റ് ദ ടീച്ചേഴ്സ് ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് പീപ്പിൾസ്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഡിഫറെന്റ് പീപ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി ആരൊക്കെയായിട്ടാണ് ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മാനേജ്മെന്റ്, പാരന്റ്സ്, ചിൽഡ്രൻസ്. ഓക്കെ, അവിടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. നമ്മളൊരു ഇൻഡിവിജ്വൽ പേഴ്സണോട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, സെറ്റ് ഓഫ് പേഴ്സൺസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറഞ്ഞത്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ എല്ലാ പബ്ലിക്കിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. പിന്നെ ഒരു ടീച്ചറിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ടീച്ചർ പേഴ്സണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു പേഴ്സണൽ ഇൻഡിവിജ്വലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മളൊരു ക്ലാസ്സിൽ ലെക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ബട്ട് ടീച്ചേഴ്സ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻസ് അധികം എന്ത് ചെയ്യുന്നില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഇനി ടീച്ചേഴ്സ് ഡീൽ ചെയ്യുന്ന 3 വ്യക്തികളെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 3 ഡിഫറെന്റ് പേഴ്സൺസിനാണ് മെയിൻലി 3 പേരായിട്ടാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മാനേജ്മെന്റ്, പാരന്റ്സ്, ചിൽഡ്രൻസ്. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചറാണ് സെന്റർ, ചിൽഡ്രൻ, മാനേജ്മെന്റ്, പാരന്റ്സ്. ഇവര് ഇന്റർ കണക്റ്റീവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർ കൂടാതെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർ കണക്റ്റീവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് മാനേജ്മെന്റിനോടും ചിൽഡ്രൻസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികളോട് ഓരോ കാര്യം പറയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ആരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മുടെ മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ആരോട് പറയാനായിട്ട്, കുട്ടികളോട് പറയാനായിട്ട്. കാരണം കുട്ടികൾ അത് ആരോട് പറയാനുള്ള ചാൻസ് ഉണ്ട്, പാരന്റ്സിനോട് പറയാനുള്ള ചാൻസ് ഉണ്ട്. പാരന്റ്സ് അത് മാനേജ്മെന്റ് ഇൻഫോം ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എപ്പോഴും എന്താണ് കുറച്ചും കൂടി ശ്രദ്ധിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളും കുട്ടികളോട് പറയാം. കുട്ടികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോ ചിലപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചിട്ട്. ആ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങളായാലും എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്ത സർവീസുകളായാലും ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും പറയരുത്, കുട്ടികളോടും. അതേപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കുട്ടികള് മാനേജ്മെന്റ് ആയിട്ട് ഇപ്പൊ സംസാരിക്കും അല്ലെങ്കിൽ പാരന്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മൾ അറിയണം. കാരണം നമ്മൾ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, അവർ പാരന്റ്സിനോട് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്, നമ്മളിപ്പോ ടീച്ചറാണ്. ഇപ്പൊ ടീച്ചർ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കാം, ഒരു കൺസെപ്റ്റ് എടുക്കാണ്, ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് എന്താണ്, ദൈവം ഇല്ലാന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ളവർ ദൈവം ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്തു, ഈ കുട്ടികൾ എന്ത് ചെയ്തു, പാരന്റ്സിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ടീച്ചർ പറഞ്ഞല്ലോ എന്താണ് ഗോഡ് ഇല്ലാന്ന്, പിന്നെ എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നത് എന്ന് പാരന്റ്സിനോട് കുട്ടികൾ ചെന്ന് ചോദിക്കാം. സോ പാരന്റ്സിന് ചില പാരന്റ്സ് അത് അക്സെപ്റ്റ് ചെയ്യും, ചില പാരന്റ്സ് എന്ത് ചെയ്യും, അവർക്ക് അതൊരു വിഷമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ല. അപ്പൊ അതായത് ഈ മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മാനേജ്മെന്റ് നേരിട്ട് നടപടി എടുക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ടീച്ചേഴ്സ് ഈ 3 വ്യക്തികളായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവരെല്ലാവരും ഇന്റർ കണക്റ്റീവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. The major things is all the persons of the 3 corners
corners are contracting each other individually. അപ്പൊ ഈ 3 കോർണേഴ്സിലുള്ള മാനേജ്മെന്റ്, പാരന്റ്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. Parents with the management or the children's direct contact is very easy. നമുക്ക് പാരന്റ്സ് മാനേജ്മെന്റ് ആയിട്ടും കുട്ടികളായിട്ടും നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്വൈസ് മാനേജ്മെന്റ് ഓൾസോ കോൺടാക്ട് ചിൽഡ്രൻസ് ഡയറക്ട്ലി. മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ടീച്ചർ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മൾ ടീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓൾവേസ് ഷീ ഷുഡ് ബി ലേണിംഗ് ഇൻ ഓൾ ഹെയർ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും പറയും. കാരണം എന്താണ്, കുട്ടികൾ എന്ത് ചെയ്യുന്നു, എന്താണ് അവര് ഒബ്സർവ് ചെയ്യുന്നതിനൊക്കെ കാര്യം നോക്കുന്നുണ്ട്, പാരന്റ്സ് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇന്ന് നോക്കിയത് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ആയിരുന്നു. നമ്മൾ മെയിൻലി 3 ടൈപ്സ് ആണ് പറഞ്ഞത്. പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാസ്റ്റ് മാസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. ഇത്രയും കാര്യം ഒന്ന് റീഡ് ചെയ്യാവോ? റീഡ് ചെയ്യട്ടാ. ബാക്കിയുള്ളവരും റീഡ് ചെയ്തോ? നിങ്ങൾ 5th റെക്കോർഡ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി മാം. അപ്പാറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാം. ഉണ്ട് മാം. പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തോ? ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഓരോ അപ്പാറ്റിക്സ് റെക്കോർഡിലെ മെറ്റീരിയൽസ് ഒന്നും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലെ? കുഴപ്പമില്ല, ചെയ്താൽ മതി. നമുക്ക് ഗ്രൂപ്പിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എക്സ്ട്രാ പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇമേജസ് വരും. നമ്മളത് പ്രിന്റ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ദെൻ അപ്പാറ്റിക്സ് റെക്കോർഡ് കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ നമുക്ക് പോർഷൻ തീർന്നിട്ടുണ്ടെങ്കിൽ, പോർഷൻ തീർന്നതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, അപ്പാറ്റിക്സ് ഒക്കെ ഒന്നും കൂടി എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഒന്നും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ, ടൈം ഉണ്ടെങ്കിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു ടൈം ഉണ്ട്. റിവിഷനും കൂടി തരുമോ? ന്യൂട്രീഷന്റെ റിവിഷനും കൂടി തരുമോ ടൈം ഉണ്ടെങ്കിൽ? എല്ലാ ചാപ്റ്റേഴ്സിനും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാ മതി മാം. ക്ലാസ്സിലേക്ക് ആവുമ്പോഴേക്കും നോക്കാം.
ഓക്കെ മിസ്, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും പെൻഡിങ് ഉള്ളതൊന്നും ഓഫീസിൽ ഇടാൻ പറയുവോ? മോണ്ടിസോറി ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മോക്ക് ടെസ്റ്റ്. ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഡോക്ടർ മോണ്ടിസോറിയുടെ മാത്രമല്ലേ കിട്ടാത്തത്, യൂണിറ്റ് 1 അല്ലെ? അത് ജസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ ഷെറീന മിസ് എടുത്ത സമയത്ത് എങ്ങാണ്ട് ഒരെണ്ണം കിട്ടിയതാ. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ചാപ്റ്ററിലെ മോണ്ടിസോറി ഒക്കെയുള്ള ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല ഇവിടെ. ഞാൻ കൊടുത്തേക്കാം. പക്ഷെ ഇവിടെ നോർമലൈസേഷനും ഡീവിയേഷനും ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അതൊക്കെ വന്നിട്ടുണ്ട് മാം, മിസ്സിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. മോണ്ടിസോറിയും പിന്നെ ഈ ലാസ്റ്റ് പാർട്ടൊക്കെ പെൻഡിങ് ഉള്ളു. ഓക്കെ, അത് ഇടാം. കുറച്ച് ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 6ന് 7ന് അതായിരിക്കും പെൻഡിങ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. നമ്മള് നാളെയാണ് നിങ്ങളുടെ ഓൺ സെലിബ്രേഷൻ. അതെ മാം. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 3 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത് അല്ലെ? ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 3 പേഴ്സൺസ്, 3 വ്യക്തികളായിട്ട് ടീച്ചേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് മാനേജ്മെന്റ്. നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് അല്ലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടീച്ചേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ് മേ ബി ലൈക്ക് എ മാസ്റ്റർ ആൻഡ് സെർവന്റ്. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. മാസ്റ്ററും സെർവന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ബട്ട് ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ്, നമുക്ക് ലീഡർ ആയിട്ട് ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ ഓർഗനൈസേഷൻ സംബന്ധിച്ച് നമുക്കറിയാലോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടുത്തെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഷീല സാറും ജയദേവ് സാറും ആണ്. സോ ഇവര് ലീഡേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ലീഡ് ചെയ്യാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടെ നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലാണ്, എന്താ പറയാ, അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ് അല്ലേ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവർ പറയുന്ന എല്ലാ കാര്യം നമ്മൾ അനുസരിക്കണം, അങ്ങനെയൊന്നല്ല. ഒരു ലീഡറാണ്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മളൊപ്പം നിൽക്കുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്, ജയദേവ് സാർ എന്ന് പറയുന്നത്. ശ്രീല സാറ് ഇത്തിരി എന്താ പറയാ, കുറച്ച് സീരിയസ് ആണെങ്കിലും ആളും ഒരു ഭയങ്കര പാവമാണ്. നമുക്ക് ഒപ്പം ഉണ്ടാവും ഏതൊരു സിറ്റുവേഷനിലും നമ്മളുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു 2 വ്യക്തികളാണ് രണ്ടുപേരും. അപ്പൊ മാനേജ്മെന്റും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മാസ്റ്റർ ആൻഡ് സെർവന്റ്. എല്ലാ ഓർഗനൈസേഷനിലും അങ്ങനെയാണെന്നല്ല കേട്ടോ, ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണെന്നല്ല. ചില ഓർഗനൈസേഷനിലും മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്ന, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കുന്നത്. മാസ്റ്റർ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്തു നമ്മളത് എന്ത് ചെയ്യണം, നമ്മള് സെർവൻസ് എന്ത് ചെയ്യണം, ഫുൾ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒപ്പം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒപ്പം നിന്ന് നമ്മളുടെ ഒപ്പം നിന്നിട്ടായിരിക്കും അവരത് എന്ത് ചെയ്യാൻ നോക്കുന്നത്, അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമുക്ക് കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പൊ ഒരു ലീഡർ ആൻഡ് ഫോളോവർ റിലേഷൻഷിപ്പ് ആണ് ഏതൊരു ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ ഒരു നല്ലൊരു ബെറ്റർ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് സോ. നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സ്റ്റാഫുകളാണ്. അപ്പൊ ഇവിടെ ഒരു ലീഡർ ആൻഡ് ഫോളോ ഒത്തിരി സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ലീഡേഴ്സ് കാര്യങ്ങളെല്ലാം. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവരുമായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നല്ല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണ്. ഇനി നമുക്ക് ടോപ്പ് മാനേജ്മെന്റിനെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെ, 3 സെഷനിൽ വരുന്നുണ്ട്. മേ ബി ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ ആയിരിക്കും, സിംഗിൾ സോൾ ട്രേഡർ ആയിരിക്കാം ഈ ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അസോസിയേഷൻ, ട്രസ്റ്റ് ഓർ സൊസൈറ്റി ആയിരിക്കാം. ഏതെങ്കിലും ഒരു അസോസിയേഷനോ ട്രസ്റ്റോ ആ സൊസൈറ്റിയുടെ കീഴിലായിരിക്കും മാനേജ്മെന്റ് വരുന്നത്. ദെൻ റിലീജിയസ് ഗ്രൂപ്പ് ആവാം, ഏതെങ്കിലും ഒരു റിലീജിയന്റെ കീഴിലായിരിക്കും എന്ത് വരുന്നത്, ആ ഒരു ഗ്രൂപ്പ് വരുന്നത്. ദെൻ അടുത്ത പോയിന്റ് പേഴ്സൺസ് അല്ല, അവർക്ക് അറിയാതെ വന്നു പോയതാണ്. ഡി അല്ല പോയിന്റ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വേറൊരു ടോപ്പിക് ആണത്. ഓക്കെ, അപ്പൊ നമ്മുടെ മാനേജ്മെന്റ് മേ ബി ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും. ഫുൾ എൻറ്റയർ കാര്യങ്ങളും ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അപ്പോ സോൾ ട്രേഡർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നൊക്കെ കേട്ടില്ലേ, ഒരു ഇൻഡിവിജ്വലി ഒരാൾ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സോൾ ട്രേഡർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ സ്കൂൾ ഫുൾ എൻറ്റയർ കൺട്രോൾ ആർക്കായിരിക്കും,
ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിരിക്കും. നമുക്ക് നോക്കാം. ഈ ലേഡി ഓർ വൺ മാൻ ബിസിനസ്, ദാറ്റ് കറക്റ്റ്, ഒറ്റ ഒരാളായിരിക്കും അവിടെ ചെയ്യുന്നത്. A lady or a gent may be run a school as a sole tradership. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വുമൺ എന്ത് ചെയ്യുന്നു, ഒരു സോൾ ട്രേഡർഷിപ്പ് എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. In such case, they will also be the head of the institution having the entire control. ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ entire കൺട്രോളും അവർക്ക് തന്നെ ആയിരിക്കും. So the teachers can simply follow the procedures. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്താൽ മതി, സിംപ്ലി ആ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. 1 minute. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് ആ എൻറ്റയർ ഓർഗനൈസേഷന്റെ കൺട്രോള് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും, ആ ഒരു സിംഗിൾ പേഴ്സൺ, മേ ബി ലേഡി ആവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആവാം. ഫുൾ കൺട്രോളും ആർക്കായിരിക്കും, ഈ ഒരു വ്യക്തിക്ക് തന്നെ ആയിരിക്കും. സോ ദ ടീച്ചേഴ്സ് ക്യാൻ സിംപ്ലി ഫോളോ ദ പ്രൊസീജിയേഴ്സ്. നമ്മുടെ ടീച്ചേഴ്സിന് എന്ത് ചെയ്താൽ മതി, അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഷീ ക്യാൻ ഹാവ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് മാനേജ്മെന്റ്. നമ്മളൊരു സിംഗിൾ പേഴ്സൺ ആണ്, സോൾ ട്രേഡർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഹെഡ് ആണ് അവര്. അപ്പൊ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഷീ ക്യാൻ ഹാവ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഏർപ്പെടാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് അസോസിയേഷൻ. നമ്മൾ അസോസിയേഷൻ തന്നെ ട്രസ്റ്റ്, സൊസൈറ്റി എന്നൊക്കെ പറയും ട്ടോ. Sometimes the schools are controlled by association, which may be communal or urban or some other groups. Maybe communal or ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളായിരിക്കും, ട്രസ്റ്റുകളായിരിക്കും. ഇന്ന ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന സ്കൂളാണ്, നമ്മൾ കേട്ടിട്ടില്ലേ ട്രസ്റ്റുകൾ, ടാറ്റയുടെ ഒക്കെ ട്രസ്റ്റ് ഉണ്ടല്ലോ, ഇന്ന ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന സ്കൂളാണ്. ഇവിടുത്തെ ഫുൾ മാനേജ്മെന്റും ആ ഒരു ട്രസ്റ്റിലുള്ള മെമ്പേഴ്സിനായിരിക്കും, ഫുൾ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് അവരായിരിക്കും നോക്കുന്നത്. In such a case, there are the chance for too many rules. അപ്പൊ ട്രസ്റ്റും അസോസിയേഷൻ ഒക്കെ വരാണെങ്കിൽ അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. It is better for the teachers to avoid contacting the management in person. നമ്മൾ പേഴ്സണൽ കോണ്ടാക്ട് ചെയ്യുന്നതിനും നല്ലത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയർ ആരാണോ അവരോട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ടീച്ചേഴ്സിന് നല്ലത്. കാരണം എന്താണ്, നമുക്ക് നേരിട്ട് എല്ലാ ഇൻഡിവിജ്വൽ ട്രസ്റ്റിലേക്ക് മെമ്പേഴ്സിനോട് എല്ലാവരോടും ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും നല്ലത് നമ്മളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോ നമുക്കൊക്കെ ലീവ് എടുക്കണമെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ലീവ് സാങ്ഷൻ ചെയ്ത് തരുന്നത്. അപ്പോ ചില സ്കൂളുകള് അസോസിയേഷൻസും ട്രസ്റ്റുകളും എന്ത് ചെയ്യാറുണ്ട്, കൺട്രോൾ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോ നമ്മള് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അസോസിയേഷനും ട്രസ്റ്റും ആണ്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് നേരിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും, മാനേജ്മെന്റ് ആയിട്ട് നേരിട്ട് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി പറയാനുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വരും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട്, എന്നെ സംബന്ധിച്ചാണ് ഈ മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഹെഡ് ആരാണ്, ജിഷ് ടീച്ചറാണ്, ജിഷ് ടീച്ചറിനോടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, എനിക്ക് ടീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ഹെഡ് ഉണ്ട് ഇവിടെ. ടീച്ചേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് നിഷ് ടീച്ചറാണ്. അപ്പൊ നിഷ് ടീച്ചറിനോടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ, ഞങ്ങളുടെ 14 ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും ഹെഡ് എന്ന് പറയുന്നത് നിഷ എന്ന് പറഞ്ഞ ടീച്ചറാണ്. അപ്പൊ നിഷ് ടീച്ചറിനോടായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടീച്ചർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ അസോസിയേഷൻ അല്ലെ, പാർട്ട്ണർഷിപ്പ് ആണ് എന്ന് പറഞ്ഞാല് അസോസിയേഷൻ ആണ്, 2 വ്യക്തികൾ ഒരുമിച്ച് ഫോം ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സിന് നേരിട്ട് എന്താ പറയാ, ഇൻഡിവിജ്വലി ഇപ്പോ 2 പേരോട് ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിട്ടുള്ള, ഇപ്പൊ മോണ്ടിസോറി റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ ജിഷ് ടീച്ചറിനോടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണെങ്കിൽ കോമൺലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ജിഷ് ടീച്ചറിനോട് പറഞ്ഞിട്ട് ജിഷ് ടീച്ചർ മുഖേനയായിരിക്കും ടോപ്പ് മാനേജ്മെന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷനും ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും നമ്മൾ എപ്പോ വിളിച്ചാലും ഫ്രീ ആയിട്ട് ആരുണ്ടാവും, ജയദേവ് സാർ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ആള് ഫ്രണ്ടിൽ ഉണ്ടാവും.
അത് നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. എന്നിരുന്നാലും നമുക്ക് ചില പ്രോബ്ലംസ് നമുക്ക് ഒറ്റയ്ക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നേരിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ മുഖേനയായിരിക്കും നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ഇനി റിലീജിയസ് ഗ്രൂപ്പാണ്. ചില സ്കൂളുകൾ റിലീജിയസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇന്നർ റിലീജിയൻ അവർ മോർ ഇമ്പോർട്ടൻസ് എന്തിന് കൊടുക്കും, റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൊടുക്കും. നമ്മളൊരു ടീച്ചർ ആ ഒരു എന്താണ് ആ ഒരു റിലീജിയൻ ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ റിലീജിയനെ കുറിച്ചിട്ടും അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റംസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു റിലീജിയസ് സ്കൂളുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷെ നമുക്കത് അവിടെ നിന്ന് ലീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ആ ഒരു സ്കൂളിലെ റിലീജിയൻ ആയിട്ട് സെയിം അല്ല നമ്മുടെ റിലീജിയൻ എങ്കിൽ നമ്മൾ അവിടുത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യും എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്താൽ മതി, വർക്ക് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമുക്കത് ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പോ മിക്ക റിലീജിയൻസിനും അവരുടേതായ സ്കൂളുകളുണ്ട് ഇല്ലേ? നമ്മൾ പറയുകയാണെങ്കിൽ SNDP ഒരുപാട് സ്കൂളുകളുണ്ട് അല്ലെ? ഒരുപാട് സ്കൂള്. പിന്നെ നമ്മളെന്താ പറയാ, NSSനുണ്ടോ സ്കൂള്, കോളേജ്? മെഡിക്കൽ കോളേജ് വരെ ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ആ ഒരു റിലീജിയൻ ബേസിലായിരിക്കും അവരുടെ പ്രെയർ കാര്യങ്ങളൊക്കെ ആ ഒരു റിലീജിയൻ ബേസിലായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു റിലീജിയൻ ബിലോങ്സ് അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവരോട് ഫോളോ ചെയ്ത് പ്രെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിയുടെ ഇതിൽ ഒരുപാട് സ്കൂളുകളുണ്ട് ഇല്ലേ? നമ്മൾ ആദ്യം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ക്രിസ്ത്യൻ മിഷണറീസ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ അവർ ഒരുപാട് സ്കൂളുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, അവർ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ റൂൾസ്, അവിടുത്തെ പ്രെയറും കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്ന രീതികളും വ്യത്യാസങ്ങൾ. അപ്പൊ ഞാൻ പഠിച്ചതൊരു ക്രിസ്ത്യൻ എന്താ പറയുക കോൺവെന്റിലായിരുന്നു. അപ്പൊ എന്താണ് എന്റെ രീതികൾ അവിടുത്തെ രീതികളായിട്ട് കുറച്ചുകൂടി മാച്ച് ഉണ്ട്. സാധാരണ ഞങ്ങള് എന്താ പറയാ സാധാരണ കുട്ടികളെക്കാളും കുറച്ച് എന്താ പറയുക നമ്മുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്. പക്ഷെ എന്നാലും എനിക്ക് കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ഒരു റിലീജിയനായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക അറ്റാച്ച്ഡ് ആണ്. അവിടുത്തെ പ്രേയേഴ്സും അവിടുത്തെ കാര്യങ്ങളും അവിടെ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ചെറുപ്പം മുതലേ ചെറിയ പ്രായം മുതലേ ഫോളോ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഇതുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ പള്ളിയിൽ പോകും, അതേപോലെ അവിടെ ഇപ്പൊ എന്താ പറയാ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും. എന്റെ വീടിന്റെ അടുത്താണെങ്കിലും ഫുള്ളും ക്രിസ്ത്യൻസ് ആയിരുന്നു. ഞാൻ വളർന്നതും അവരുടെ കൂടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു വേർതിരിവുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ കല്യാണം കഴിച്ച് വന്ന ഫാമിലി എന്ന് പറയുന്നത് ഫുൾ ഹിന്ദു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിലുള്ള ആൾക്കാര് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പള്ളിയിൽ പോകണത് ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോൾ ഇവര് അമ്പലത്തിൽ പോകണമെന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പള്ളിയിൽ പോകുന്നത് ജസ്റ്റ് പ്രയറിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അവരത് അഡ്ജസ്റ്റ് ആയി. കാരണം ഞാൻ അങ്ങനെയാണ് എന്ന് മനസ്സിലായി. ഞാൻ പള്ളിയിൽ മാത്രമല്ല അമ്പലത്തിൽ പോകും. രണ്ടോടത്തേക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ പള്ളിയിൽ കുത്തുപെരുന്നാൾ ഉണ്ടെങ്കിൽ ഞാൻ എവിടേക്കാ പോകാറുള്ളത് അവിടേക്ക് പോകും. കാരണം പണ്ട് മുതലേ ചെറുപ്പം മുതലേ എന്റെ ഫ്രണ്ട്സ് ഫുള്ളും ക്രിസ്ത്യൻസാണ്. അപ്പൊ അവരുടെ ഒപ്പം ഇങ്ങനെ മിക്ക പള്ളികളിലും പോകാറുണ്ട്, പ്രെയർ ചെയ്യും. ഇപ്പൊ നമുക്ക് എന്താ പറയാ ഇപ്പൊ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ പോലെ തന്നെ സാധാരണ ഹിന്ദുക്കൾക്ക് ദൈവമേ ദേവി അങ്ങനെയല്ലേ വരാ, എനിക്കാണെങ്കിൽ എന്താ പറയാ മുസ്ലിങ്ങൾ അങ്ങനെ വരുന്നത്. അപ്പൊ അത് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് റിലീജിയസ് ഗ്രൂപ്പിലാണോ വർക്ക് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ റിലീജിയനായിട്ട് മിങ്കിൾ ആവണം. ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ കോൺവെന്റ് എന്ന് വെച്ചാൽ കൂടുതലും സിസ്റ്റേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതൊക്കെ ക്രിസ്ത്യൻ ടീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മേ ബി ചില റിലീജിയസ് സ്കൂളുകൾ അവരുടെ കാസ്റ്റിൽപ്പെട്ടവരെ മാത്രമേ എടുക്കാറുള്ളൂ. SNDPയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവര് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ റിലീജിയനിലുള്ള ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്യുള്ളൂ. ചിലപ്പോ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യും, എന്നാലും നമുക്ക് പക്ഷെ എന്ത് കിട്ടില്ല, നമുക്ക് ആ ഒരു ജോബ് കിട്ടില്ല, ആപ്ലിക്കേഷൻ ലെറ്റർ കിട്ടില്ല. കാരണം എന്താണ് ഓൾറെഡി അവരുടെ കാസ്റ്റിൽപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ജസ്റ്റ് ഫോർമൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ റിലീജിയസ് ഗ്രൂപ്പിന്റെ ബേസിൽ മാനേജ്മെന്റുകൾ ഉണ്ട്. അപ്പൊ റിലീജിയസ് ഗ്രൂപ്പുകൾ നടത്തുന്ന സ്കൂളുകളുണ്ട്. നമ്മൾ സെലക്ടഡ് ആവാണ് ആ റിലീജിയസ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ സെലക്ട് ആവുകയാണെങ്കിൽ അവര് ഫോളോ ചെയ്യുന്ന റിലീജിയൻ ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ആ ഒരു റിലീജിയൻ നമ്മൾ ബിലോങ്സ് അല്ലെങ്കിൽ പോലും
നമ്മൾ അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്താൽ മതി. These types of school started only for the development of their religion. ഈ ടൈപ്സ് ഓഫ് സ്കൂളുകൾ അവരുടെ റിലീജിയൻസ് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ there are more religious activities. അപ്പോൾ അവിടെ കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. The teachers should understand this before joining the school. നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, ഏത് നമ്മൾ പോകാൻ പോകുന്ന സ്കൂളുകളിൽ ഏത് റിലീജിയൻ ആണ് ഫോളോ ചെയ്യുന്നത്, നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ റിലീജിയനിലേക്ക് മാറണം എന്നൊന്നല്ല, അവർക്ക് ഫോളോ ചെയ്യുന്ന ആ ഒരു റിലീജിയസ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണോ എന്ന്. ഈവൻ ഇഫ് ദ ടീച്ചേഴ്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദാറ്റ് റിലീജിയൻ, ഇപ്പൊ ടീച്ചേഴ്സ് ആ ഒരു റിലീജിയനിൽ ബിലോങ്സ് അല്ലെങ്കിൽ ഷീ വാണ്ട്സ് ടു ഫോളോ ദർ ഇൻസ്ട്രക്ഷൻ, നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവർ ഫോളോ ചെയ്യുന്ന, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അതിന് എതിർത്തൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിലും അവരുടെ റിലീജിയസ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാനൊന്നും പാടില്ല. ഇനി കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ്. The teachers should not contact the top management often if with her from its superior. നമ്മൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിനോട് നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രോമിന്റെ എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് സുപ്പീരിയറോടായിരിക്കും ഡേ ടു ഡേ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Daily duty is to wish in the morning and get permission while leaving from the school. നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് അവരെ രാവിലെ കാണുമ്പോൾ വിഷ് ചെയ്യുന്നു, നമ്മൾ ലീവ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലീവിങ്ങിന്റെ പെർമിഷൻ വാങ്ങിക്കുന്നു. അത്രേ ഉള്ളൂ നമുക്ക് അവരായിട്ടുള്ള നേരിട്ട് കോണ്ടാക്ട്. ചിലപ്പോൾ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് മാസങ്ങളോളം നമ്മൾ എന്ത് ചെയ്യില്ല, കോണ്ടാക്ട് ചെയ്യാറില്ല. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ടീച്ചേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ലീഡർ ആൻഡ് ഫോളോവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിൽ മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ് ആണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ബട്ട് ലീഡർ ആൻഡ് ഫോളോവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് അക്സെപ്റ്റബിൾ ആണ്, നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്. നമുക്കൊരു ടീം ലീഡർ ആണ്, നമുക്ക് നമ്മളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ ലീഡ് ചെയ്യാവുന്ന ടീമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ടീം ലീഡർ ആണ് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. ദെൻ മാനേജ്മെന്റ് മൂന്ന് രീതിയിൽ വരുന്നുണ്ട്. സിംഗിൾ പേഴ്സൺ, അസോസിയേഷൻ ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്. സിംഗിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിരിക്കും നമ്മൾ എൻറ്റയർ മാനേജ്മെന്റ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. ദെൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് ഓർ സൊസൈറ്റി ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. നമുക്ക് ടീച്ചേഴ്സിന് നേരിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോടായിരിക്കും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ റിലീജിയസ് ഗ്രൂപ്പുകൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു റിലീജിയനിൽ ബിലോങ്സ് അല്ലെങ്കിൽ പോലും ആ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ടീച്ചേഴ്സിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ്. നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് നമുക്ക് ചിലപ്പോഴും ടീച്ചേഴ്സിന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണോ അവരോടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ച് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഹെഡ് ആയിരിക്കും. മേ ബി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ജിഷ് ടീച്ചറിനോടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ടീച്ചേഴ്സിന്റെ ഹെഡ് ജിഷ് ടീച്ചറാണ്. നിങ്ങൾ ഇനി കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ ടീച്ചറെ നമുക്ക് പരിചയപ്പെടാം. കാണുമ്പോൾ ഇത്തിരി എന്താ പറയാ, ഇത്തിരി ഭയങ്കര എന്താ പറയാ, ഭയങ്കര ജാടയൊക്കെയാന്ന് തോന്നും. പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, ജാടയൊന്നും ഇല്ല. നിങ്ങൾക്ക് വരുമ്പോ മനസ്സിലാവും കേട്ടോ. ഞങ്ങൾക്കും ആദ്യമൊക്കെ എനിക്ക് വന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു, ആളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഭയങ്കര പാവാണല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഭയങ്കര ഗൗരവവും. കാരണം എന്താന്ന് പറയാമോ, ഈ 14 ടീച്ചേഴ്സും 14 ക്യാരക്ടറാണ്. അറിയാം, നമുക്കറിയാലോ ഒരു സെയിം 14 ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് എന്താ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കഴിവ് വേണം. കാരണം എന്നുവെച്ചാൽ ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സ് ആണ്. സോ നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് ആ ഒരു എയിമിലേക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലീഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ലീഡറാണ് ആര്, ഹെഡ് ഓഫ് ദ ടീച്ചേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ആ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നേരിട്ട് ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹെഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹെഡ് ആയിരിക്കും ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനെ എല്ലാവരെയും കോമൺ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെങ്കിൽ ഹെഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്,
ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ റെഡി ചെയ്തോ? ഓക്കെ, ഞാനിന്ന് ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ദെൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരുന്നു. നിങ്ങള് നമ്മുടെ ഷേപ്സ്, ജോമെട്രിക് സോളിഡ്സിന്റെ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഏകദേശം എല്ലാ മെറ്റീരിയൽസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? മാം ഞങ്ങള് ചെയ്തിട്ടില്ല, കുറച്ച് പേര്. ചെയ്തിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഞങ്ങള് മറ്റേ 5th റെക്കോർഡ് ചെയ്തപ്പം അത് ഒട്ടിച്ചത് തന്നെയല്ല, അത് ചാർട്ട് ചെയ്തില്ല മിസ്സേ. ചാർട്ട് ചെയ്യാം കേട്ടോ. ഒക്കെ ചാർട്ട് പിക്ചേഴ്സ് നമുക്ക് ഡ്രോ ചെയ്യാം, പ്രിന്റ് എടുത്ത് പേസ്റ്റ് ചെയ്യാം. പിക്ചേഴ്സ് ഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെ? ഐ തിങ്ക് സോ. വരച്ചിട്ട് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതും കൂടി കഴിഞ്ഞപ്പോ നമ്മുടെ മെറ്റീരിയൽസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വൈവയുടെ സമയത്ത് നിങ്ങൾ 5 റെക്കോർഡും ടീച്ചേഴ്സിനെ കാണിക്കുന്നത്. ഞാൻ തന്നെ ആയിരിക്കില്ല വൈവേ ചെയ്യുന്നത്. മേ ബി ആതിര മിസ് ഉണ്ടാവും, ജിഷ് ടീച്ചർ ഉണ്ടാവും, അശ്വതി മിസ് ഉണ്ടാവും. ഇംഗ്ലീഷ് അശ്വതി മിസ് അല്ല കേട്ടോ, പി ജി കുട്ടികൾക്ക് ആയിരിക്കും നമ്മുടെ അശ്വതി മിസ് നടന്നോടെ പി ജിയിലെ. അശ്വതി മിസ്സും വൈവയിൽ ഉണ്ടാവും. സോ അപ്പോ നമുക്ക് ഈ വൈവയുടെ സമയത്ത് നമ്മുടെ റൂം നിങ്ങൾ എവിടെ നിന്നാണോ അറ്റൻഡ് ചെയ്യുന്നത് അവിടെ നെറ്റ് കണക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ അവിടെ ഇരിക്കുക. എന്നിട്ട് മെറ്റീരിയൽസ് കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പൊ എല്ലാ മെറ്റീരിയൽസും ആൽഫബറ്റ്സ്, സ്റ്റാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണെങ്കിൽ അതെല്ലാം ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ABCD EFG അങ്ങനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്യാം, ന്യൂമറിക്കൽസ് അറേഞ്ച് ചെയ്യാം. പിന്നെന്താണ്, ട്രെയിൻസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം, പിങ്ക് ടവർ, കളറിംഗ് ടാബ്ലറ്റ്സ്, ബീഡ്സ്, പിന്നെ ചാർട്ടുകളെല്ലാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് വൈവേക്ക് അറ്റൻഡ് ചെയ്യാൻ. സോ വൈവേയുടെ പെട്ടെന്ന് ഞാനൊരു ഡേറ്റ് വരാണ് ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിൽ ക്ലാസ് ഉള്ള ദിവസം ക്ലാസ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ വൈവേ ഉണ്ടാവും. 1 hour അല്ല, 10 minutes ആണ് വൈവേ. 10 to 15 minutes ആണ് വൈവേക്ക് പോകുന്നത്. 10 to 15 minutes ഓരോരുത്തരുടെ വൈവേ അനുസരിച്ചിരിക്കും. PG കുട്ടികൾ സെമിനാർ എടുക്കാത്തവർക്ക് 15 minutes ആണ് വരുന്നത്. അവർക്ക് ആ സമയത്ത് 2 or 5 minutes ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾ എടുത്ത ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ PG കുട്ടികൾക്ക് ഒന്നും കൂടി സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ആ ടൈമിൽ നമുക്ക് സെമിനാറിന് മാർക്ക് എന്ത് ചെയ്യും.
ദെൻ നമ്മളെ റെക്കോർഡാണ് 5 റെക്കോർഡും നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ട് ഓൾറെഡി സബ്മിറ്റ് ചെയ്തവർക്ക് അത് കാണിക്കണമെന്നില്ല, സൈൻ ചെയ്ത പോർഷൻ മാത്രം കാണിച്ചാൽ മതിയാവും. സബ്മിറ്റ് ചെയ്യാത്തവര് ഫോണിന്റെ ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് റെക്കോർഡ്സ് എന്ത് ചെയ്യണം, പേജസ് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങളപ്പോ ഒരു കാര്യം ആലോചിക്കണം, ഈ ടീച്ചേഴ്സിന്റെ കയ്യില് റെക്കോർഡിന്റെ ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങളെ ആക്ഷൻ സോങ്ങിന്റെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് ആൽഫബറ്റ് സോങ് മുതൽ പ്രെയർ സോങ് വരെയാണ് അത് ലാസ്റ്റ് വരുന്നത്. അതിന്റെ ലിസ്റ്റ് എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ട്. സോ നമ്മൾ ഈ പേജസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റോറിയുടെ കാര്യത്തില് എല്ലാവരോടും പറയാൻ കംപ്ലീറ്റ് ആയിട്ട് വേണം വരാൻ. കാരണം ചില ബാച്ചുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ മിക്ക കുട്ടികളും കംപ്ലീറ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്. അപ്പൊ നമുക്കതൊരു വിഷമമാണ്. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ശരി മാർക്ക് കുറയും. അത് കംപ്ലീറ്റ് അല്ലെങ്കിൽ എനിക്ക് 20 മാർക്സ് ആണ് റെക്കോർഡിന് വരുന്നത്, കംപ്ലീറ്റ് അല്ലെങ്കിൽ 80 മാർക്ക്. ഇനി അത് അവര് കോപ്പി ചെയ്തിട്ടാണെങ്കിൽ എഴുതിയിരിക്കണമെങ്കിൽ 40 മാർക്ക്. അങ്ങനെ കുറഞ്ഞു വരും. നമ്മൾ മാക്സിമം എല്ലാ റെക്കോർഡും കംപ്ലീറ്റ് ആക്കി പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കാം. മാക്സിമം ഒരു 95, 98 ആ റേഞ്ചിൽ മാർക്ക് കിട്ടും. മാക്സിമം അത്രയും, മിനിമം കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഓരോരുത്തർ നന്നായിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കുക, ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യുക, നിങ്ങളുടെ കഴിവാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ് തന്നിട്ടുണ്ട് ഇല്ലേ, ടീച്ചർ അസൈൻമെന്റ് അറിയില്ലേ 100 മാർക്കിന്റെ, അത് ഒരു നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ടീച്ചർ അസൈൻമെന്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അസൈൻമെന്റ് ഇന്നതൊക്കെയാണ്, ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് എന്ന് പറയാം. ദെൻ സെമിനാർ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇല്ലേ, പ്രൊജക്ട് ചെയ്തില്ലേ, മിനി പ്രൊജക്ട്, മിനി സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സർവേയുടെ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം കുറിച്ച് ഒരു 5 or 6 പോയിന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചറോട് പറഞ്ഞു കൊടുക്കുക, ഇന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്, സർവേ കണ്ടക്ട് ചെയ്ത് ഇന്ന ഫാമിലീസിലായിരുന്നു, എനിക്ക് ഇന്ന കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലായി, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. ഇതൊക്കെ നിങ്ങൾ ടീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാണ് ടീച്ചിങ് എയ്ഡും ക്രാഫ്റ്റ് മെറ്റീരിയൽസും വരുന്നത്. ടീച്ചിങ് എയ്ഡും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ടീച്ചറിനെ കാണിച്ചു കൊടുക്കാം. നമ്മുടെ ക്ലാസ്സിൽ നിന്നായിരിക്കണം മാക്സിമം ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ആ ടീച്ചറിനെ നമ്മൾ വൈവേ ചെയ്ത ടീച്ചറിനെ കാണിച്ചു കൊടുക്കാം. മാക്സിമം അതിനനുസരിച്ച് മാർക്കുകൾ വരുന്നുണ്ട്. ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ മാർക്കുകളുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയതിന്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് തന്നിട്ടുണ്ടാവില്ലേ, ഒരു ലിസ്റ്റ് തന്നിട്ടില്ലേ, ആ ലിസ്റ്റ് ടീച്ചറിനെ കാണിച്ചു കൊടുക്കാം. ടീച്ചറെ ഇന്നതാണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. അതിന്റെ സർട്ടിഫിക്കറ്റും കാണിച്ചു കൊടുക്കാം. ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് എന്ന് പറയാം. ദെൻ ആ പ്രാക്ടീസിനെ കുറിച്ചിട്ട് നമ്മൾ ആ പ്രാക്ടീസ് റെക്കോർഡ് നന്നായിട്ട് 2 or 3 times നല്ല രീതിയിൽ റീഡ് ചെയ്യാം. മിക്കവാറും അതിന്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ആ പ്രാക്ടീസും കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങളത് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മെറ്റീരിയലിന്റെ ഇമേജ് കാണിക്കും. നമ്മുടെ സ്ക്രീനിൽ മെറ്റീരിയലിന്റെ ഇമേജ് കാണിച്ചിട്ട് ഇത് ഏത് മെറ്റീരിയൽ ആണ് എന്ന് ചോദിക്കുന്നത് നമ്മളത് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വൈവയുടെ സമയത്ത് നമ്മൾ 10 minutes അലോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന ദിവസം നമുക്ക് വൈവ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കോൺഷ്യസ് ആയിരിക്കണം. കറക്റ്റ് ആ ടൈമിൽ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. എല്ലാവരും വൈവയുടെ ആ ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ഇനി പറയാൻ സമയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞോളൂ. ഇനി ഞാൻ റിപ്പീറ്റ് നിങ്ങൾ പറഞ്ഞ വൈവയുടെ സമയം പറഞ്ഞോ? ഒരു സെക്കൻഡ് ഇവിടെ ഇച്ചിരി ഇതായാലും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഒന്നും. വൈവയുടെ സമയം ഇപ്പൊ ഫിക്സ് ചെയ്ത് പറഞ്ഞോ? ഇല്ല, വൈവയുടെ ടൈം ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം ശ്യാമളയ്ക്ക് 12:30 to 12:45 ആണ്. 40 വരെ ആണെങ്കിൽ ആ ടൈമില് 12:30 മുതൽ 30 മോൻ ആ എന്തെങ്കിലും രീതിയിൽ കയറിയിട്ടുണ്ടാവണം. മോന് മാത്രമായിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യുന്നത്, വൈവേ ചെയ്യുന്നത്. ഇൻഡിവിജ്വലി ആണ്, ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈവേ ചെയ്യുന്നത്. ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് കാരണം എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ആക്കാൻ പാടില്ല. നമ്മൾ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ വീണ്ടും ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അത് ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ കുട്ടികളാരും എന്റെ കുട്ടികളാരും അങ്ങനെ ചെയ്യരുത്. കറക്റ്റ് ടൈമിൽ തന്നെ വൈവേക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഇപ്പൊ നമുക്ക് ലിങ്ക് ക്ലാസ് റൂമിൽ തന്നെയാണ്. എങ്ങനെയാണ് അത് വൈവ് അറ്റൻഡ് ചെയ്യുന്നത്? വൈവേ ക്ലാസ് റൂമിൽ സെപ്പറേറ്റ് ലിങ്ക് ആയിരിക്കും. അതിനൊക്കെ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യും. ഓക്കെ മാം, ഓക്കെ മാം. അപ്പൊ ഞാനത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നാളെ ലോൺ സെലിബ്രേഷൻ, നാളെ കാണാം. ഞാനൊരു സൈൻ ഔട്ട് പറയുന്നത്. പറഞ്ഞോടെ സൈൻ ഔട്ട്. ഞാനിത് ഓൺ ലിറിക്സ് ആണ്. നമ്മുടെ ആൽഫബറ്റ്സിന്റെ ABCD in the morning, early wake up. EF in the morning, brush your teeth.
I get care in the morning, bathing neatly. Women open in the morning, comb your hair. You are resting in the morning, drinking milk. UW in the morning, eating breakfast. XYZ in the morning, ready to go school. കുട്ടികളെ രാവിലെ സ്കൂളിൽ പോകാനുള്ളതെന്ന് എഴുതിയതാണ് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. Thank you all. താങ്ക് യു മാം.